ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. അവിട്ടം നക്ഷത്ര ജാതരുടെ 2025 ജൂലൈ മാസം മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള പൊതുവായ മാസഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മാസഫലങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ അവിട്ടം നാളുകാരുടെ ചില സവിശേഷതകൾ കൂടി പറയാം. അവിട്ടം നക്ഷത്രക്കാർ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിശക്തിയും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന് അപാര കാര്യക്ഷമതയുള്ളവരും കർമ്മകുശലരും, എന്നാൽ ചില അവസരങ്ങളിൽ പ്രതികാരബുദ്ധിയും കലഹവാസനയും പ്രകടിപ്പിക്കുന്നവരും, സ്വഭവനങ്ങളിൽ നിന്നും വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാത്തവരും, കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്നു പോകാൻ അല്പം ബുദ്ധിമുട്ടുള്ളവരും, അന്യദേശവാസത്തിന് യോഗമുള്ളവരും, 24 വയസ്സിനുമേൽ ഉന്നതി പ്രാപിക്കുന്നവരും, കാര്യശേഷിയും തറവാടിത്വമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്നവരുമായിരിക്കും. അവിട്ടം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മകരക്കൂറിൽ ജനിച്ചവരെക്കാൾ കൂടുതൽ കുംഭക്കൂറുകാരിലായിരിക്കും കൂടുതൽ ഗുണകരം. തൊഴിൽ മേഖലയിൽ മകരക്കൂറുകാരെ അപേക്ഷിച്ച് കുംഭക്കൂറുകാർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയും. ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് സർക്കാർ തലത്തിലോ പ്രൈവറ്റ് മേഖലയോ ജോലിക്കുള്ള അവസരങ്ങൾ കൈവരും. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം കൈവരും. പുതിയ ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാനോ പഴയ ഗ്രഹം മൂടി പിടിപ്പിക്കാനോ സാഹചര്യം വരും. ജീവിത വിജയത്തിനു വേണ്ടി പരിശ്രമിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധി കൈവരും. മാതൃഗുണവും മാതൃസ്വത്തും ലഭിക്കാൻ ഇടവരും. എന്നാൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് നഷ്ടം സംഭവിക്കാനിടയുണ്ട്. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായി കാണുന്നു. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും. അവിട്ടം നക്ഷത്ര ജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് ഗുണദോഷമില്ലാതെ നീങ്ങും. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം അനുകൂലമായി കാണുന്നു. വാഹനങ്ങളോ കാർഷിക രംഗത്തേക്ക് ആവശ്യമായ യന്ത്രങ്ങളോ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ചെറുകിട തൊഴിൽ രംഗത്തുള്ളവർക്കും സമയം അനുകൂലമായി കാണുന്നു. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് സൽപ്പേരിന് കളങ്കമുണ്ടാകുന്ന അവസരങ്ങൾ വന്നുചേരും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമായിരിക്കില്ല. ബന്ധുക്കളോ ഉറ്റ സുഹൃത്തുക്കളോ ശത്രുക്കളെ പോലെ പെരുമാറും. ജീവിത പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിച്ച സഹകരണം ഉണ്ടായെന്ന് വരില്ല. എങ്കിലും മാസാന്ത്യത്തോടെ കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായി വരും. അപ്രതീക്ഷിത ധനലാഭം കൈവരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരും. അവിട്ടം നക്ഷത്ര ജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ മേഖലയിലുള്ളവർക്കും വ്യവസായ രംഗത്തുള്ളവർക്കും സമയം ഗുണകരമായി കാണുന്നു. കലാരംഗത്തും സാങ്കേതിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും സാമ്പത്തിക അഭിവൃദ്ധിയും കൈവരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ജീവിത പങ്കാളിയുമായുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. അകന്നു കഴിഞ്ഞവർ തമ്മിൽ ഒത്തുചേരാൻ ഇടവരും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിൽ നിന്നും സബ്സിഡികളോ സാമ്പത്തിക ആനുകൂല്യങ്ങളോ ലഭിക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധി ഉണ്ടാകും. വിവാഹാലോചകർക്ക് ആഗ്രഹിച്ച വിധത്തിലുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. അവിട്ടം നക്ഷത്ര ജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ തൊഴിൽ രംഗത്തുള്ളവർക്ക് ജോലിഭാരം വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദം കൂടും. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനചലനത്തിനോ സ്ഥലം മാറ്റത്തിനോ ഇടവരും. ചിലപ്പോൾ ശിക്ഷാ നടപടികൾക്ക് വരെ വിധേയമായേക്കാം. അതിനാൽ തൊഴിൽ രംഗത്ത് ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ച് പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകാൻ ശ്രമിക്കുക. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനിടവരും. സഹോദരങ്ങളുമായി ചെറിയ സൗന്ദര്യപ്പിണക്കത്തിന് ഇടവരും. മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം അനുഭവപ്പെടും. പിതാവിനോ പിതൃതുല്യർക്കോ രോഗാദി ദുരിതങ്ങൾക്കിടയുണ്ട്. ആശുപത്രിവാസത്തിന് പോലും ഇടവന്നേക്കാം. വിദേശത്ത് താമസിക്കുന്നവർക്ക് സമയം ഗുണകരമായി കാണുന്നു. അവിട്ടം നക്ഷത്ര ജാതരുടെ നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ തൊഴിൽ രംഗത്ത് ഉയർച്ചയും അംഗീകാരവും ലഭിക്കും. വേതന വർധനവിന് സാഹചര്യം കാണുന്നു. ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും കഴിഞ്ഞ് തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് കൈവരും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലമായി കാണുന്നു. തർക്കവസ്തുക്കളിലുണ്ടായിരുന്ന വ്യവഹാരത്തിന് അനുകൂല വിധി വരും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാവും. സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം കൈവരും. ദാമ്പത്യ സുഖവും സാമ്പത്തിക അഭിവൃദ്ധിയും കൈവരും. ചിട്ടി, ലോട്ടറി മുതലായവയിൽ നിന്ന് ലാഭമുണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു. ആരോഗ്യം തൃപ്തികരമാകും. വിവാഹാലോചിക്കുന്നവർക്ക് ഇഷ്ട പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. തൃക്കേട്ട നക്ഷത്ര ജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കർമ്മരംഗത്ത് ഉയർച്ചയും അംഗീകാരവും നേടുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാവാതെ നോക്കണം.
ടെസ്റ്റും ഇൻ്റർവ്യൂവും കഴിഞ്ഞ് തൊഴിൽ നിയമനത്തിനായി കാത്തിരിക്കുന്നവർക്ക് താൽക്കാലിക നിയമനത്തിനോ സ്ഥിര നിയമനത്തിനോ പ്രവേശിക്കാനുള്ള അറിയിപ്പ് ലഭിക്കും. വ്യവസായ രംഗത്തും സ്വയം തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്കും അഭിവൃദ്ധിയും സാമ്പത്തിക മേന്മയും കൈവരും. പൊതുപ്രവർത്തകർക്ക് ഭരണരംഗത്തുള്ളവർക്കും അംഗീകാരം ലഭിക്കും. വിവാഹാലോചകർക്ക് ആഗ്രഹാനുസരണമുള്ള പങ്കാളിയെ കണ്ടെത്താനും വിവാഹം നടക്കാനും സാഹചര്യമുണ്ടാകും. ആരോഗ്യം പുഷ്ടിപ്പെടും. ഇങ്ങനെയുള്ള ഗുണഫലങ്ങളോടൊപ്പം തന്നെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ചിലവുകൾ വർദ്ധിക്കും. സ്വന്തം ചില പ്രവൃത്തികൾ മൂലം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അകലം പ്രാപിക്കും. എങ്കിലും ഈശ്വരവിശ്വാസത്തോടും മറ്റുള്ളവരെ വെറുപ്പിക്കാതെയും മുന്നോട്ടു പോയാൽ ജീവിത വിജയം ഉറപ്പാണ്. അവിട്ടം നക്ഷത്ര ജാതരുടെ 2025 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.